ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില പൊതു ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജോസഫ് തോമസ്. ആദ്യത്തെ ചോദ്യം: ആരാണ് ഇസ്രയേലിന്റെ പ്രത്യാശ നിമിത്തം ചങ്ങല ചുമന്നത്? ഉത്തരം: പൗലോസ്. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം 20 അടുത്ത ചോദ്യം: ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണമെന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം: തെർത്തുല്ലോസ് ഫെലിക്സിനോട്. അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം 24 അടുത്ത ചോദ്യം: എമ്മൗസിൽ നിന്നും യെരുശലേമിലേക്കുള്ള ദൂരം എത്രയാണ്? ഉത്തരം: 7 നാഴിക. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 13 അടുത്ത ചോദ്യം: അൽഫയുടെ മകൻ ലേവിയെ യേശു എവിടെ വെച്ചാണ് കണ്ടത്? ഉത്തരം: ചുങ്കസ്ഥലത്ത് വെച്ച്. മർക്കോസ് 2:14, ലൂക്കോസ് 5:27. അടുത്ത ചോദ്യം: ആരുടെ സ്ഥിരീകരണത്തിനായിട്ടാണ് ആത്മീക വരം വല്ലതും നൽകുവാൻ പൗലോസ് വാഞ്ചിച്ചത്? ഉത്തരം: റോമയിലെ വിശുദ്ധന്മാരുടെ. റോമാലേഖനം 1 അധ്യായം 2-11 അടുത്ത ചോദ്യം: ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുന്നത് ആരാണ്? ഉത്തരം: ന്യായപ്രമാണമില്ലാത്ത ജാതികൾ. റോമാലേഖനം 2 അധ്യായം 14 അടുത്ത ചോദ്യം: ന്യായപ്രമാണം കൂടാതെ പാപം എന്താകുന്നു? ഉത്തരം: നിർജീവം. റോമാലേഖനം 7 അധ്യായം 8 അടുത്ത ചോദ്യം: സ്നേഹം കൂട്ടുകാരന് എന്തു പ്രവർത്തിക്കുന്നില്ല? ഉത്തരം: ദോഷം. റോമാലേഖനം 13 അധ്യായം 10 അടുത്ത ചോദ്യം: നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ എന്തിൽ നടപ്പിൻ? ഉത്തരം: കൂട്ടായ്മയിൽ. കൊലോസ്യലേഖനം 2 അധ്യായം 6 അടുത്ത ചോദ്യം: ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം എങ്ങനെയുള്ളതാണ്? ഉത്തരം: നല്ലത്. 1 തിമോത്തിയോസ് 1 അധ്യായം 10 അടുത്ത ചോദ്യം: റോമയിലെത്തിയ പൗലോസിനെ അവൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ താല്പര്യത്തോടെ തിരഞ്ഞു കണ്ടെത്തിയത് ആരാണ്? ഉത്തരം: ഒനേസിഫോരോസ്. 2 തിമോത്തിയോസ് 1 അധ്യായം 16-17 അടുത്ത ചോദ്യം: ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആരാണ്? ഉത്തരം: ജാതികൾ. എഫേസ്യ ലേഖനം 4 അധ്യായം 17-19 അടുത്ത ചോദ്യം: ആരുടെ അനുസരണത്തെപ്പറ്റിയായിരുന്നു പൗലോസിന് നിശ്ചയമുണ്ടായിരുന്നത്? ഉത്തരം: ഫിലോമോന്റെ ലേഖനം 1:21 അടുത്ത ചോദ്യം: ദേശത്തെ സുഭിക്ഷതയുടെ സംവത്സരങ്ങളിൽ ശേഖരിച്ച ധാന്യം യോസഫ് എവിടെയാണ് സൂക്ഷിച്ചത്? ഉത്തരം: പട്ടണങ്ങളിൽ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 48 അടുത്ത ചോദ്യം: ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മോശയെപ്പറ്റി വിചാരിച്ചത് എങ്ങനെയാണ്? ഉത്തരം: മഹാശ്രേഷ്ഠനായി. പുറപ്പാട് പുസ്തകം
11-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഫലശേഖരണത്തിന് ശേഷം 7-ാം മാസം ഏത് തീയതിയിലാണ് യഹോവയ്ക്ക് 7 ദിവസത്തെ ഉത്സവം ആചരിക്കേണ്ടത്? ഉത്തരം 15-ാം ദിവസം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 39-ാം വാക്യം. അടുത്ത ചോദ്യം, വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായ വേല ആരുടേതായിരുന്നു? ഉത്തരം കെഹാത്യരുടെ. സംഖ്യാപുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, ഹോരേബിൽ നിന്ന് സെയീർ പർവ്വതം വഴിയായി കാദേശ് ബർണയിലേക്ക് എത്ര ദിവസത്തെ വഴിദൂരമുണ്ട്? ഉത്തരം 11. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, ഹായ് രാജാവിൻ്റെ മുൻപിൽ ഇസ്രയേൽ തോറ്റ ഭാവത്തിലോടിയത് ഏത് വഴിയായിരുന്നു? ഉത്തരം മരുഭൂമി വഴി. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, കടങ്കഥയുടെ ഉത്തരം പറഞ്ഞവർക്ക് വസ്ത്രം കൊടുക്കുവാൻ ശിംശോൻ എത്ര പേരെയാണ് കൊന്നത്? ഉത്തരം 30 പേരെ. ന്യായാധിപന്മാർ പുസ്തകം 14-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഒരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തൻ്റെ അടുക്കൽ ചേർത്തുകൊണ്ടത്? ഉത്തരം ശൗൽ. 1 ശമൂവേൽ 14-ാം അധ്യായം 52-ാം വാക്യം. അടുത്ത ചോദ്യം, പടയിൽ ശൂരന്മാർ നിൽക്കുന്ന സ്ഥലത്ത് ആരാണ് ഊരിയാവിനെ നിർത്തിയത്? ഉത്തരം യോബാബ്. 2 ശമൂവേൽ 11-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം, ശലോമോനെ ഭയപ്പെട്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയ ശേഷം ശലോമോന്റെ മരണം വരെ അവിടെ പാർത്തത് ആരാണ്? ഉത്തരം യെരോബെയാം. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 40-ാം വാക്യം. അടുത്ത ചോദ്യം, എന്തൊക്കെയാണ് ബാൽശാലീശയിൽ നിന്നും വന്നയാൾ എലീശയ്ക്ക് ആദ്യ ഫലമായി കൊണ്ടുവന്നത്? ഉത്തരം യവത്തപ്പവും മലരും. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 42-ാം വാക്യം. അടുത്ത ചോദ്യം, ദർശകനായ ഹേമാന് എത്ര പുത്രിമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു? ഉത്തരം 3 പുത്രിമാരും 14 പുത്രന്മാരും. 1 ദിനവൃത്താന്തം 25-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ലാഖീശിൽ വെച്ച് കൊല്ലപ്പെട്ട യഹൂദ രാജാവായ അമസ്യാവിൻ്റെ മൃതശരീരം കൊണ്ടുവരുവാൻ ഉപയോഗിച്ച വാഹനമൃഗം ഏതാണ്? ഉത്തരം കുതിര. 2 ദിനവൃത്താന്തം 25-ന്റെ 27, 28, 2 രാജാക്കന്മാർ 14-ന്റെ 18, 20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ എത്രാമത്തെ ആണ്ടുവരെ യെരൂശലേം ദേവാലയത്തിൻ്റെ പണി മുടങ്ങിക്കിടന്നു? ഉത്തരം 2-ാം ആണ്ടുവരെ. എസ്രയുടെ പുസ്തകം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. ദൈവവചന പഠനത്തിന് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.